ഗേസ് അപ്പോൾ കുറേ നാളൊക്കെ ശേഷം ഞങ്ങൾ 3 പേര് കഴിഞ്ഞ വീഡിയോയിൽ 4 പേരുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ ഉള്ളത് തെങ്ങ് രാഹുൽ എന്ന് പറയുന്ന ഒരാൾ ഒരു ജോലി ഭാഗമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് രാഹുൽ എറണാകുളത്ത് പോയതിൻ്റെ പേരിൽ അപ്പം രാഹുൽ വിളിച്ച് പറഞ്ഞ് വീഡിയോ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേര് മാത്രം, അതിന് പേര് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാത്തിരിക്കുന്നുണ്ടും അതുകൊണ്ട് കോടാനുകോടി ആൾക്കാരാണ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ, എത്രത്തോളം മെസ്സേജുകളാണ്. വീഡിയോ വരുന്നില്ല ഡെയിലി ഇത് തന്നെ നമുക്ക് തന്നെ ജോലിയൊക്കെ ചെയ്യാനുള്ള നമുക്ക് എന്തോരം ജോലി മാറ്റി കുറെ മെസ്സേജ് എനിക്ക് വാട്സാപ്പിൽ വരുന്നുണ്ട്, ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. ഇങ്ങനെ കുറെ മെസ്സേജ് വന്നതിന്റെ പേര് മാത്രം ഇതിൽ നിന്നുള്ള വരുമാനം ഞങ്ങൾക്ക് വേണ്ട. സത്യം പറഞ്ഞ വരുമാനം കിട്ടുന്നുണ്ട്, വരുമാനം നോക്കിയല്ല, ഇത്രയും നമ്മളെ ആരാധിക്കുന്ന ആൾക്കാര് നമ്മൾ ചിന്തിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. കാര്യം ഇത് യൂട്യൂബ് വരുമാനത്തിൽ ഞങ്ങൾ ഒരു നല്ല ഇതിൽ നേടാൻ അല്ലെങ്കിൽ നല്ല പൊസിഷനിൽ വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്, ലക്ഷ്യബോധം എന്താണ്, നമ്മുടെ ചിന്ത എന്താണ്, ചിന്താഗതി എന്താണ്, എന്താണ് ജീവിതം, അതിനെ പറ്റിയാണ് ഇന്നൊരു വീഡിയോക്കകത്ത് നമ്മൾ സംസാരിക്കുന്നത്. ജീവിതം കൊണ്ട് നമ്മൾ ഒരു മനുഷ്യൻ ജനിച്ചു 1 തൊട്ട് 8 വരെ പഠിച്ചു. 8 വരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറഞ്ഞാൽ 1 വരെ 8 വരെ എന്തായാലും ജയിപ്പിച്ചു വിടും. 9 വരെ ജയിപ്പിച്ചു വിടും. അല്ല 9 10 ഇച്ചിരി ടാസ്ക്. ഈ 1 വരെ 9 വരെ എങ്ങനെയായാലും ശരി. 10 പറയും നാട്ടുകാരും വീട്ടുകാരും, എടാ തോക്കല്ലേ ജയിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്ലാസ്സാണ്, ഇവിടെ ജയിച്ചാ നീ ജീവിതത്തിൽ ജയിച്ചു. അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് തന്നെ ഫസ്റ്റ് കാര്യമുണ്ട്. 1 തൊട്ട് 9 വരെയുള്ള മാർക്കുകൾ നമ്മുടെ നാട്ടുകാരോ വീട്ടുകാരോ ആരും ചോദിക്കത്തില്ല. 10ാം ക്ലാസ്സിലെ മാർക്ക് മാത്രം എത്ര A+ ഉണ്ടെന്ന് എന്തൊരു ചോദിക്കുന്നു. A+ മാത്രം ഇയാൾ ഇപ്പോഴാണ് A+ ആയത്. നേരത്തെ പറഞ്ഞ് ജയിച്ചു. നമ്മുടെ അപ്പന്റെ അമ്മയുടെ കാലത്ത് എനിക്കറിയത്തില്ല സംഭവം. നമ്മുടെ ഈ കാലത്തുള്ള കാര്യങ്ങള് 90s എനിക്കും അങ്ങനെ ആയിരുന്നു. ആ സമയത്ത് A+ എത്ര ഉണ്ട്, എത്ര A+ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം 9A ഉള്ളവനും പറയും എത്ര A+ ഉണ്ട്, ഒരേ A+, ഒന്നേ ഉള്ളോ, അവനെങ്ങനെ വിജയിച്ചു എന്നുള്ള കഷ്ടപ്പാട് അവനെ അറിയാവൂ. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് എന്താ ലൈഫ് എന്ന് പറഞ്ഞാൽ LIFE, അത് തന്നെ GE0 ജീവിതം. ലൈഫ് ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് അതിന് മലയാളത്തിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. GV0 ജീവിതം, അതാണ് ലൈഫും ജീവിതം അതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ 3 പേരും മണ്ടന്മാരാത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ്. നേട്ടം എന്ന് പറയുന്നത് ഒരു സ്വിഫ്റ്റ് കാർ ഉള്ളവൻ ഒരു ബെൻസ് കാർ എടുക്കുമ്പോൾ അവനത് നേട്ടം. ഓക്കെ, അതുപോലെയാണ് തുണി ഇല്ലാത്തവന് ഒരു തുണി കിട്ടിയാൽ അത് അവന് നേട്ടമാണ്. കറക്റ്റ്, തീർച്ചയായിട്ടും. ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തവന് ആഹാരം കിട്ടിയാൽ അത് അവന്റെ നേട്ടമാണ്. കാല് വയ്യാത്ത ഒരാള് നടന്ന് ഉന്തി മുടന്നി പോവാ. അപ്പം നോർമലായിട്ട് ഒരാൾ നടന്നു പോവാ. അപ്പൊ അവൻ ചിന്തിക്കുന്ന പറഞ്ഞാല് എനിക്ക് ഇയാളെ പോയി നടന്നാൽ കൊള്ളാം, അയാളുടെ സ്വപ്നം അതാ. പക്ഷെ നേരെ നടക്കുന്നവൻ ചിന്തിക്കുന്നു ഒരുത്തൻ ബൈക്കിൽ പോകുന്നു. അപ്പൊ അയാൾ ചിന്തിക്കുന്നോ എനിക്ക് ഇങ്ങനൊരു ബൈക്ക് കിട്ടിയേ കൊള്ളാം. ഈ ബൈക്കിൽ പോകുന്നവൻ ചിന്തിക്കുന്നതോ ഒരാൾ കാറിൽ പോകുന്നു, എനിക്ക് ഈ കാറ് കിട്ടിയേ കൊള്ളാം. ഈ കാറിൽ പോകുന്നവനോ ചിന്തിക്കുന്നത് ചിലപ്പോൾ അതിലും വലുത് ബെൻസ്, വോൾട്ടി, ജാഗ്വർ എങ്ങനെയുള്ള കാറിൽ പോകുന്നു. അപ്പൊ അവന് പറയും ഇത്രയും ലക്ഷറി കാർ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സാധാരണ ഒരു കാറേ പറ്റുന്നുള്ളൂ. അപ്പം നേട്ടം പലർക്കും പല രീതിയിലാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് മനുഷ്യന് എത്ര സമ്പാദ്യം കിട്ടിയാലും എത്ര പൈസ ഇട്ടാലും എന്ത് ഫെയിം ഇട്ടാലും സംതൃപ്തി ആർക്കും വരുന്നില്ല. നമ്മൾ ജീവിക്കുന്ന രീതിയും നമ്മൾ കഴിഞ്ഞു പോകുന്ന രീതിയും നമ്മളെ മനസ്സിലുള്ള രീതിയുമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറഞ്ഞാല് പൈസക്ക് വേണ്ടി ജീവിക്കുന്ന പോലെ ആയിപ്പോയി. പിന്നെ രാവിലെ എണ്ണിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഈ പഠിക്കുന്നത് പോലും നല്ലൊരു ജോലി കിട്ടുന്നു. എന്തിനാ ജോലി കിട്ടുന്നത്? കാശ് ഉണ്ടാക്കാൻ പറ്റും. കാശ് ഉണ്ടാക്കുന്നു, വീട്ടിൽ പോന്ന് കിടന്ന് ഉറങ്ങുന്നു, രാവിലെ വീണ്ടും ജോലിക്ക് പോകുന്നു, കാശ് ഉണ്ടാക്കുന്നു, ഉറങ്ങുന്നു. ഈ പൈസ തികയുന്നില്ലെന്ന് വരാൻ കാരണം എന്താണ്? ഒന്നെങ്കിൽ EMI, അടവ്, ലോണ്, ഈ സംഭവങ്ങൾ വരും. ഈ സംഭവങ്ങൾ വരുമ്പോൾ അത്യാവശ്യം ഒരു വീട് വേണം. അവന് പൈസ തികയുന്നില്ല, എനിക്ക് ഈ ജോലി കൊണ്ട് പറ്റത്തില്ല, ഇനിയും കുറച്ച് പൈസ വേണം, എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്ത വരും. അതെന്തുകൊണ്ടാ വന്നേ? അവനാ ലോണും കാര്യങ്ങളും എടുത്തോണ്ടാ. അവനാ ലോണും കാര്യങ്ങളും എന്തിനാ എടുത്തത്?
ആഡംബരത്തിന് വേണ്ടി ആഡംബരത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അല്ലാതെ വീട്ടില് അരി വാങ്ങിക്കാനല്ലല്ലോ ലോൺ. അല്ല അങ്ങനല്ല. ഒരു കാർ എടുക്കുന്ന ലോണായെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ വേണ്ടി നടന്നാലും ഇപ്പൊ നടക്കാൻ വയ്യെങ്കിൽ അവൻ ലോൺ എടുത്ത് കാർ എടുക്കുന്നെങ്കിൽ പറഞ്ഞാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. പിന്നാണ് തീർച്ചയായിട്ടും അവന് കുറച്ച് നിലയും വിലയും വേണം. വീട് അവനൊരു കാറ് വേണം. അവന്റെ വീട്ടിൽ കാർ കാശുണ്ടെങ്കിൽ അവൻ കാർ എടുക്കട്ടെ. അല്ല ലോൺ എടുത്ത് കാർ എടുക്കുന്നു അല്ലെങ്കിൽ ലോൺ പിന്നെ വേറെ കാര്യമുണ്ട്. നാട്ടുകാരെ കാണിക്കും. അല്ലല്ല, നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് നമുക്ക് കാറ് വേണം, വീട് വേണം എന്നൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് കൊക്കിൽ ഒതുങ്ങാന്ന് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം. അല്ല, കാറ് വേണം, വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവൻ മറ്റ് താഴോട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാത്തവരാണ് അത് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ഒരു വീടില്ലാത്തവൻ ഒരിക്കലും കാറ് വേണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഒരിക്കലും അതുപോലെ ഒരു ഡ്രസ് ഇല്ലാത്തവൻ ഒരിക്കലും വീട് വേണമെന്ന് ആഗ്രഹിക്കത്തില്ല. അവന്റെ ആഗ്രഹം ആ ഡ്രസ്സ് വാങ്ങിക്കണമെന്നായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം ഇപ്പൊ ഈ കാറുള്ളവൻ ഒരിക്കലും കാർ വേണമെന്ന് ആഗ്രഹിക്കത്തില്ല. അതാ പറഞ്ഞ ചിന്താഗതി എന്ന് പറഞ്ഞാൽ പൈസ കൂടി വരുമ്പോൾ ഓരോ ചിന്താഗതി മാറി വരും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഉള്ള നിലവിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടി എനിക്ക് അത് മേടിക്കുക ഇത് മേടിക്കുക എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് മനസ്സിലായോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും EMI ആയാലും ലോൺ ആയാലും എന്നുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും അതല്ലേ പൈസ ഉള്ളവർക്കായും കുഴപ്പമില്ല. ജീവിതം എന്ന് പറഞ്ഞാല് എൻജോയ് ചെയ്യാനുള്ളതാണ്. എൻജോയ് ചെയ്യാനുള്ളത് ഉള്ള പൈസ ആയാലും ശരി, ഉള്ള രീതിയിലായാലും ശരി, ഉള്ള അവസ്ഥയിലായാലും ശരി ജീവിച്ച് നമ്മുടെ സന്തോഷപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതിയും. അങ്ങനെ ആവട്ടെ. ഇങ്ങനെ കാണുന്ന എല്ലാവരുടെയും എനിക്കറിയത്തില്ല നമുക്ക് ഇപ്പം ഈ ഓർമ്മയിലുള്ള ഇപ്പൊ 7 ജന്മമുണ്ട് 10 ജന്മമുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജന്മത്തിൽ ജീവിക്കാനുള്ളത് ജീവിക്കുക. ഇപ്പൊ തന്നെ 2024 കഴിയാറായി. 2025 ആവുക. 2024 ഇന്നലെ ഞാൻ കണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു വർഷം പോയത് ആരെങ്കിലും അറിഞ്ഞോ? ഇതുപോലെ ഈ ജീവിതം പോകുന്നതൊന്നും ആരും അറിയത്തില്ല. സെക്കൻഡുകൾ കൊണ്ടാ ലൈഫ് തീരുന്നേ. ഈ കെട്ടി പൊക്കുന്ന വീടുകളും കാര്യങ്ങളും എല്ലാം സെക്കൻഡുകൾ കൊണ്ട് തീരും. ഒരു കാര്യമില്ല നമ്മളിങ്ങനെ കാശുണ്ടാക്കിയിട്ടും. ക്ലൈമാക്സ് അപ്പൊ നിർത്താൻ പോകാം. ക്ലൈമാക്സ് ഞാൻ കണ്ണാടി ഇടും. ക്ലൈമാക്സ് അവൻ കണ്ണാടി ഇട്ടെന്ന് പറഞ്ഞാൽ 20 രൂപയുടെ കണ്ണാടി അവൻ ഇടണ ഉള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൻ ഇട്ടു. അപ്പൊ നമ്മളെ ജീവിതം എന്താണെന്ന് ഉള്ള കാര്യം ഞങ്ങൾ സാധാരണക്കാര് ജീവിക്കുന്നതും പൈസക്കാര് ജീവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇതെല്ലാം ഓരോ ചിന്താഗതികൾ കൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നത്. അപ്പം ജീവിതം ഒന്നേ ഉള്ളു. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ജീവിതം എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. സന്തോഷത്തോടെ ജീവിക്കുക. ലാസ്റ്റ് നടക്കാൻ പോകുന്നതും എല്ലാവരും 6 അടി മണ്ണിലാണ്. 6 അടി മണ്ണിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. 6 അടി മണ്ണിന്റെ പൈസ ഉണ്ടാക്കുക, മേടിച്ചിടുക. അതൊന്നും മതി. 6 അടി മണ്ണിന് നിനക്ക് എത്രയും സമ്പാദിക്കാൻ പറ്റുമോ അത്രയും സമ്പാദിച്ച് 6 അടി മണ്ണ് ഉണ്ടാക്കി ഇടുക. കുടിയിലോട്ട് കിടക്കുക. ജീവിതം പറഞ്ഞ അത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങൾ തമാശയായിട്ട് അല്ലാതെ 10 ഏക്കർ 100 ഏക്കർ ഒക്കെ ഉണ്ടാക്കി ഇടാതെ 6 അടി മണ്ണ് ഉണ്ടാക്കി ഇടുക. ഒരു കാര്യമില്ല. അപ്പൊ ഗേസ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എന്തുവാ